ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇൻ സ്പെഷ്യൽ കേസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കേസസിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 45(1)(a)യിലാണ് ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റൽ അസറ്റിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ, നാശനഷ്ടങ്ങൾ സംഭവിക്കുക, ഡാമേജ് സംഭവിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ എ പേഴ്സൺ റിസീവ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ എനി മണി അണ്ടർ എനി ഇൻഷുറൻസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ് due to flood, typhoon, hurricane, cyclone, earthquake or other natural calamity, riot or civil disturbance, accidental fire or explosion or action by an enemy, then any profit or gains from such receipts shall be chargeable to tax under the head capital gains. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റൽ അസറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടാവുകയോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടാക്സബിൾ ആണ്. ഷാൽ ബി ചാർജബിൾ ടു ടാക്സ്. ഏത് ഹെഡിലാണ് നമ്മൾ ചാർജ് ചെയ്യുക? ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള ഹെഡിലായിരിക്കും ചാർജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, അത് കുറച്ച് വർഷമായി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവുന്നു, എന്ത് തരത്തിൽ വേണമെങ്കിലും എന്തുണ്ടാവാം, ഒരു നാച്ചുറൽ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ബിസിനസ്സൊക്കെ ചിലപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഷുറൻസിൻ്റെ വക ഒരു ക്ലെയിം നമുക്കവിടെ ചെയ്യാവുന്നതും ഒരു എമൗണ്ട് അവിടെ കിട്ടുകയും ചെയ്യും. ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. കൃത്യമായിട്ട് അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിങ്ങിൽ തന്നെയാണ് അത് കാണിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് വിത്ത് ഡെപ്പോസിറ്ററി. When any person transfers securities held with the depository, the resultant gain is chargeable as income of the beneficial owner of such security and not of the depository. ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പം നമ്മൾ പല കമ്പനികളുമായിട്ട് അവരുടെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ വാങ്ങും, വിൽക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് ഇടനിലക്കാരെ പോലെ വർക്ക് ചെയ്യുന്ന ആരാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ അവരുടെ സെക്യൂരിറ്റീസ് ഈ ഒരു ഡെപ്പോസിറ്റർ കയ്യിൽ ഉണ്ടാവുകയും അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്, അതിന്നൊരു ഇൻകം നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഓണർ ആരാണോ അവർക്കാണ് ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇൻകം കിട്ടേണ്ടതായിട്ട് കാണിക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും ഡെപ്പോസിറ്ററുടെ കൈവശം ഇരുന്നത് കൊണ്ട് ആ ബെനിഫിറ്റ് ഡെപ്പോസിറ്ററിക്ക് ഉണ്ടാവുന്നതല്ല. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫർ ബൈ പാർട്ട്ണർ ഓർ മെമ്പർ ഓഫ് AOP ഓർ BOI, അസോസിയേഷൻ ഓഫ് പേഴ്സണോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ, അതിലത്തെ ഏതെങ്കിലും ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഏത് വകുപ്പിലാണ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വെൻ എ പാർട്ട്ണർ ഓർ എ മെമ്പർ ഓഫ് AOP ഓർ BOI ട്രാൻസ്ഫേഴ്സ് എനി ക്യാപിറ്റൽ അസറ്റ് by a capital contribution or otherwise to the firm or AOP or BOI, the gain shall be chargeable to tax as the income of the previous year in which such transfer takes place, and the consideration shall be amount recorded in the books of firm or AOP or BOI as the value of the asset. ഒരു അസറ്റിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കണം അതിൻ്റെ AOPയിലോ BOIയിലുള്ള ബുക്സിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം ഇതിൽ മെമ്പർ ആയിരിക്കുന്ന ആര് ഈ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പേരിൽ തന്നെയാണ് ആ ഇൻകവും അവിടെ ചാർജ് ചെയ്യേണ്ടതായിട്ട് കാണിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ നാലാമത്തെ പോയിന്റിൽ പറഞ്ഞ ട്രാൻസ്ഫർ ബൈ എ ഫേം ഓർ AOP ഓർ BOI. ഇനി ആദ്യം നമ്മൾ പറഞ്ഞത് AOPയിലൊക്കെ BOIയിലത്തെ മെമ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയാണ് ഇൻകം ജനറേറ്റ് ചെയ്തതായിട്ട് കാണിക്കേണ്ടതെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പറയുന്നത് AOP തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാണ് കാണിക്കണം? വേറെ ഫേം, ഒരു ഫേമോ AOPയോ BOIയോ അവരുടെ കൈവശമുള്ള ക്യാപിറ്റൽ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. എന്തിൻ്റെ ഭാഗമായിട്ട്? ഓൺ ഇറ്റ്സ് ഡെസൊല്യൂഷൻ, ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ക്യാപിറ്റൽ അസറ്റൊക്കെ ചിലപ്പോൾ അവർക്ക്
ഏതെങ്കിലും മറ്റുള്ള പാർട്ട്ണർക്കോ മെമ്പർക്കോ ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷനിലൂടെ എന്തെങ്കിലും ഗെയിൻ റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടു ദ ഫേമിനോ AOPക്കോ BOIക്കോ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചാർജബിൾ ആണ് ആൻഡ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ആയിട്ട് കണക്കാക്കുകയും ആ ഒരു ട്രാൻസ്ഫർ ആ സമയത്ത് നടക്കുകയാണെങ്കിൽ അത് പ്രീവിയസ് ഇയറിലെ ട്രാൻസ്ഫർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിന് എന്താണോ അതിൻ്റെ വാല്യൂ ഉള്ളത് അതിനെ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കാണിക്കും. കാരണം നമ്മൾ ഇത്ര നേരമൊക്കെ ചെയ്യുമ്പോൾ സെയിൽ എത്രയാണോ സെയിൽ വരുന്നത് അതിനെയാണ് നമ്മൾ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും ഇവർ ഹെൽഡ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള അസറ്റുകൾ ഉണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേറെ പുറമേക്കോ അല്ലെങ്കിൽ വേറെ പാർട്ട്ണർക്കോ കൊടുക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ എന്ന് നടന്നോ ആ ഡേറ്റിന് ആ അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്താണോ അതായിരിക്കും നമ്മൾ കൺസിഡറേഷനായിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ്. ഇനി ഏതെങ്കിലും ഒരു അസറ്റിനെ നമുക്ക് നിർബന്ധമായിട്ടും അക്വയർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ where an asset is acquired compulsorily under any law, the treatment of capital gain shall be as follows. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ അക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു അസറ്റിൽ നിന്നുണ്ടാവുന്ന ഗെയിൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കേസിൽ ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ടഡ് ഓൺ അക്വിസിഷൻ ഷാൽ ബി ചാർജബിൾ ടു ടാക്സ് ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് കോമ്പൻസേഷൻ വാസ് ഫസ്റ്റ് റിസീവ്ഡ്. ഇങ്ങനൊരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ അക്വയർ ചെയ്യുകയും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് എന്നാണോ റിസീവ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അതെന്താണ് ചാർജബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ദ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഇഫ് എനി ഷാൽ ബി ഡീംഡ് ടു ബി ക്യാപിറ്റൽ ഗെയിൻ ഓൺ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് എമൗണ്ട് ഈസ് റിസീവ്ഡ് ബൈ ദ അസസി. ഒരു അസസിക്ക് എപ്പോഴാണോ ഇത്തരത്തിലുള്ള ഒരു കോമ്പൻസേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ അത് ചാർജബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട പൈസ ഒന്നും കൂടിയിട്ട് അത് ആ ഒരു അതിൻ്റെ പരിധിയൊക്കെ ഉയർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് നോക്കുക. ആ ഒരു കോമ്പൻസേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് അസസി റിസീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അസസിക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. ഇഫ് ദ കോമ്പൻസേഷൻ ഈസ് റെഡ്യൂസ്ഡ് ഇൻ ആൻ അപ്പീൽ, ഇനി ചിലപ്പോൾ ഒരു അപ്പീലിന് പോവും, അതായത് കേസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാൻ വെച്ച കോമ്പൻസേഷൻ ഇവിടെ നമുക്ക് എൻഹാൻസ് ചെയ്തു, അതായത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കിട്ടി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കുറവായിട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് such assessed capital gain of that year should be recomputed by taking the reduced compensation. അപ്പോൾ നമ്മൾ ആ എത്രയാണോ കുറവ് വന്നിരിക്കുന്നത് അതിനെ കൃത്യമായിട്ട് റീകമ്പ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും അതൊന്ന് കമ്പ്യൂട്ട് ചെയ്യേണ്ട അവസരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഒരു അസറ്റ് അക്വയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ. ഇനി ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ്സ്. where units of mutual funds are repurchased or plan is terminated. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ അടയ്ക്കുന്ന പണത്തിന് തുല്യമായിട്ടുള്ള ഷെയറുകളായിരിക്കും അവിടെ ഓട്ടോമാറ്റിക് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യണം. ഒരിക്കൽ പർച്ചേസ് ചെയ്തതിന് നമ്മൾ റീപർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിഫറൻസ് എന്താണോ റീപർച്ചേസ് ചെയ്യാനുള്ള ആ പ്രൈസും ആ അസറ്റിൻ്റെ ക്യാപിറ്റൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഏഴാമത്തെ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്. When a company is liquidated, a shareholder is liable to capital gain tax on the amount received or market value of the asset on the date of distribution by the company, as reduced by the amount of notional dividends and the cost of acquisition of shares. ഇനി ഏതെങ്കിലും ഒരു കമ്പനി അടച്ചു പൂട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ ഷെയർ എടുത്ത ഷെയർ ഹോൾഡേഴ്സൊക്കെ ഒരു ബാധ്യത ഉണ്ടാവുന്നുണ്ട്. എന്താണ്? ഈസ് ലയബിൾ ടു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്
അവർക്കൊക്കെ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടാണത്? എത്ര രൂപയാണോ അവർ റിസീവ് ചെയ്തതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ആ ഡേറ്റിന് എന്നാണോ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കമ്പനി, ആ ഡേറ്റിന് അതിൻ്റെ വാല്യൂ എന്താണോ ആസ് റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് നോഷണൽ ഡിവിഡൻഡ്, അതെന്തായി അതൊരു നോഷണൽ ഡിവിഡൻഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയോ ആൻഡ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ആയിട്ടോ അത് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എട്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് സ്ലം സെയിൽ. എന്താണ് ഈ സ്ലം സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ അണ്ടർടേക്കിങ്സ് ഓർ അസറ്റ്സ് ഫോർ എ ലംസം കൺസിഡറേഷൻ വിത്തൗട്ട് വാല്യൂയിങ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി അടച്ചു പൂട്ടുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ അസറ്റും അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് പകരം അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കണക്കാക്കി ഒരു വില അതിനിടുക. അതിനെയാണ് ഈ സ്ലം സെയിൽ എന്ന് പറയുന്നത്. ശരിക്കും ഓരോന്ന് എടുക്കുമ്പോൾ അതിൻ്റെതായ വാല്യൂ അവിടെ കിട്ടണം. പക്ഷെ നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യും? ഇൻഡിവിജ്വലായിട്ട് അസറ്റ് ലയബിലിറ്റിയും കണക്കാക്കുന്നതിന് പകരം അതെല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഒന്ന് വാല്യൂ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഗെയിൻ അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ലം സെയിലിൽ നിന്ന് ഒരു ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതും പ്രീവിയസ് ഇയറിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ടാക്സബിൾ ആണ്. ഇനി അത്തരത്തിലുള്ള ആ ഒരു അസറ്റ് വാങ്ങാനോ ഇംപ്രൂവ് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും പണം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ആണ് ടാക്സബിൾ ആയിട്ട് മാറുന്നത്. ഇനി എൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ അണ്ടർടേക്കിംഗ് ആൻഡ് ദ ലയബിലിറ്റീസ് ആസ് പെർ ദ ബുക്സ് ഓഫ് അണ്ടർടേക്കിംഗ്. അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് സ്ഥാപനത്തിനെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ടോട്ടൽ അസറ്റ് എന്താ നോക്കുക, ടോട്ടൽ ലയബിലിറ്റി എന്താ നോക്കുക. അപ്പോൾ ആ ഒരു തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അതിൻ്റെ എന്ത് ലാഭം അല്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഹവർ നോ ഇൻഡെക്സേഷൻ ഈസ് അലൗഡ് ഓൺ കമ്പ്യൂട്ടിംഗ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലം സെയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇൻഡെക്സേഷൻ ഒന്നും അവിടെ ഉണ്ടാവില്ല. ആ ഒരു മെത്തേഡിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഒൻപതാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഗുഡ്വില്ലിനെ കുറിച്ചാണ്. അതായത് സെക്ഷൻ 55 ഗുഡ്വില്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വേർ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷാൽ ബി അഡോപ്റ്റഡ് ആസ് നിൽ ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. അതായത് ഈ ഒരു സെക്ഷൻ പ്രകാരം ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഗുഡ്വില്ല് അത് സ്വന്തമായി നേടിയെടുത്തത് അല്ലെങ്കിൽ പ്രൊഫഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതൊക്കെ ആണെങ്കിൽ അതിന് അക്വയർ ചെയ്യാൻ വേണ്ട ചിലവ് എന്താണോ അത് നില്ലായിട്ടാണ് നമ്മൾ കണക്കാക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ അവിടെ കണക്കാക്കുന്ന സമയത്ത് അത് 0 ആയിട്ട് അല്ലെങ്കിൽ നില്ലായിട്ടായിരിക്കും കണക്കാക്കുക. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പർച്ചേസ്ഡ് ഗുഡ്വിൽ, ഇനി നമ്മൾ ഇതുപോലെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്വില്ല് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് വിൽ ബി ടേക്കൺ ആസ് ദ കോസ്റ്റ്. ആ ഒരു സമയത്ത് എത്രയാണോ ഇതിനു വേണ്ടി നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് കണക്കാക്കേണ്ടത്. ഇൻ ഓൾ അതർ കേസസ്, ഇനി ഇതല്ലാത്ത ബാക്കി എല്ലാ കേസസിലും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയായിരിക്കും? ഷാൽ ബി ഡീംഡ് ടു ബി നിൽ. അവിടെ ഇല്ല എന്നുള്ളതാണ് കാണിക്കുക. ഇനി നേരത്തെ പറഞ്ഞ എല്ലാ കേസസിലും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നൊരു കാര്യം നില്ലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ഓവറോൾ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഒരു 9 പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പ്രോബ്ലം വരുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നോക്കേണ്ട ആവശ്യമുള്ളൂ. വല്ലാണ്ട് ഡീപ്പായിട്ട് പോകണമെന്നില്ല, എങ്കിലും ആ ഒരു ഐറ്റംസിനെ കുറിച്ചൊരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ഈ പല കേസസുകൾ എങ്ങനെ വരാം, ആ കേസിലൊക്കെ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ എക്സാം ആവുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബെൽ ബട്ടണും അതിൽ ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യുന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് അതേ സമയം നിങ്ങളിലേക്ക് എത്തുക. ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ചെയ്യാത്ത ആളുകളുടെ തീർച്ചയായിട്ടും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്